അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മദ്രസ ലെസൺസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 10ാം ക്ലാസ് താരീഖിലെ ഒന്നാമത്തെ പാഠമായ ഖിലാഫത്ത് യുഗങ്ങളിലൂടെ എന്ന പാഠത്തിൻ്റെ തദ്രീബാത്തും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അൽ വഹദത്തുൽ ഉല ഒന്നാമത്തെ പാഠം ഖിലാഫത്ത് യുഗങ്ങളിലൂടെ. ഒന്നാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിന് നേരെയുള്ള കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാടായ മക്കയിൽ പ്രബോധനം നടത്തി. 13 വർഷം, 35 വർഷം, 28 വർഷം. ഉത്തരം 13. വർഷം. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ലഭിച്ച് മുസ്ലിമായ ഒമാൻ രാജാവ്. ജയ്ഫർ, നജാഷി, അൽ മുൻദിർ ഇബ്നു സാവ. ഉത്തരം ജയ്ഫർ. മൂന്നാമത്തെ ചോദ്യം, മക്ക വിജയം പൂർത്തിയായി. ഹിജ്റ 8ാം വർഷം, ഹിജ്റ 10ാം വർഷം, ഹിജ്റ 7ാം വർഷം. ഉത്തരം ഹിജ്റ 8ാം വർഷം. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹിജ്റ 11ാം വർഷം, ഹിജ്റ 23ാം വർഷം, ഹിജ്റ 10ാം വർഷം. ഉത്തരം ഹിജ്റ 11ാം വർഷം. രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. ഒന്നാമത്തെ ചോദ്യം, അൽ ഖിലാഫത്ത് റാഷിദ ഭരണകാലം. അപ്പോഴത്തെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 8 വർഷം, 419 വർഷം, 30 വർഷം, 91 വർഷം. അപ്പോൾ ഒന്നാമത്തിൻ്റെ ഉത്തരം 30 വർഷം. രണ്ടാമത്തെ ചോദ്യം, അൽ ഖിലാഫത്തുൽ ഉമവിയ ഭരണകാലം. ഉത്തരം 91 വർഷം. മൂന്നാമത്തെ ചോദ്യം, അൽ ഖിലാഫത്തുൽ അബ്ബാസിയ ഭരണകാലം. ഉത്തരം 788 വർഷം. നാലാമത്തെ ചോദ്യം, അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ ഭരണകാലം. ഉത്തരം 419 വർഷം. മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഹിജ്റ ഡേഷ് വർഷം തികഞ്ഞപ്പോഴേക്ക് ജസീറത്തുൽ അറബ് ഇസ്ലാമിന് കീഴടങ്ങി. ഉത്തരം ഹിജ്റ 10 വർഷം തികഞ്ഞപ്പോഴേക്ക് ജസീറത്തുൽ അറബ് ഇസ്ലാമിന് കീഴടങ്ങി. രണ്ടാമത്തേത്, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഡേഷിൽ അധികം സ്വഹാബികൾ പങ്കെടുത്തു. ഉത്തരം ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 100,000-ൽ അധികം സ്വഹാബികൾ പങ്കെടുത്തു. മൂന്നാമത്തെ ചോദ്യം, ബനുൽ അബ്ബാസ് കുടുംബത്തിൽ ഖലീഫമാരുടെ ഭരണം 264 വർഷമാണ് ഡേഷിൽ നിലനിന്നത്. ഉത്തരം ബനുൽ അബ്ബാസ് കുടുംബത്തിൽ ഖലീഫമാരുടെ ഭരണം 264 വർഷമാണ് മിസ്രിൽ നിലനിന്നത്. നാലാമത്തെ ചോദ്യം, ബഹ്റൈൻ രാജാവായ ഡേഷിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചു. ഉത്തരം ബഹ്റൈൻ രാജാവായ അൽ മുൻദിർ ഇബ്നു സാവയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചു. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായി എന്തിന്? ഉത്തരം ജനങ്ങളെ സത്യത്തിലേക്കും തൗഹീദിലേക്കും നയിക്കുവാൻ നിയുക്തനായ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമുകളും മദീനയിലേക്ക് ഹിജ്റ പോയി. എപ്പോൾ? ഉത്തരം ശത്രുമർദ്ദനം നിമിത്തം മക്കയുടെ അന്തരീക്ഷം പ്രതികൂലമായപ്പോൾ. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ഉന്നത ഗോത്രങ്ങളുമായി ഉടമ്പടി നടത്തി എന്തിനു വേണ്ടി? ഉത്തരം രാജ്യത്ത് സമാധാനം ഉറപ്പുവരുത്തുന്നതിനും പുറം ശത്രുവിനെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി. നാലാമത്തെ രൂപീകരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച ഏറ്റവും ശക്തമായ മാധ്യമം എന്തായിരുന്നു? ഉത്തരം സമുദായ രൂപീകരണത്തിനും ഭരണകൂട സ്ഥാപനത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച ഏറ്റവും ശക്തമായ മാധ്യമം ശാന്തമായ മതപ്രബോധനമായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, ചില രാജാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ അവഗണിച്ചു. കാരണം എന്ത്? ഉത്തരം പൂർവ്വവേദങ്ങളിൽ നിന്നും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലാത്തവർ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ അവഗണിച്ചത്. ആറാമത്തെ ചോദ്യം, മക്ക വിജയം പൂർത്തിയായപ്പോൾ നിവേദക സംഘങ്ങൾ മദീനയിലേക്ക് ഒഴുകി എന്തിന്? ഉത്തരം ഇസ്ലാം സ്വീകരിക്കുവാനോ നടത്തുവാനോ വേണ്ടി. ഏഴാമത്തെ ചോദ്യം, വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദായത്തോട് വസിയത്ത് ചെയ്തു എന്ത്? ഉത്തരം ഐക്യം മുറുകെ പിടിക്കുവാനും ഇസ്ലാമിക പ്രബോധനം തുടരുവാനും. എട്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഭരണം നടത്തിയ 4 ഖലീഫമാർ ആരെല്ലാം? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഒമ്പതാമത്തെ ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു ഏതു ഭരണം? ഉത്തരം അൽ ഖിലാഫത്ത് റാഷിദയ്ക്ക് ശേഷം ബനു ഉമയ്യ വംശത്തിൽപ്പെട്ട ഖലീഫമാരാണ് ഭരണം നടത്തിയത്. ഇവരുടെ ഭരണം അൽ ഖിലാഫത്തുൽ ഉമവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖിലാഫത്തുൽ അബ്ബാസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണമേത്? ഉമവിയ്യ ഖിലാഫത്തിന്റെ പതനത്തെ തുടർന്ന് ബനുൽ അബ്ബാസ് കുടുംബത്തിലെ ഖലീഫമാർ ഭരണരംഗത്ത് വന്നു. ഇവരുടെ ഭരണം അൽ ഖിലാഫത്തുൽ അബ്ബാസിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.